ആര് കൊച്ചുവർക്ക് ചായനോ? ഞാൻ വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയി. എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങള്? ദുബായിൽ നിന്ന് ജോസ് അച്ഛന്റെ വൈഫിന് എഴുതാറുണ്ടോ? ദേവന്റെ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് വേണ്ട. 5 മാസമായി വാടക വന്നിട്ട്. ഒന്നിൽ വാടക തരണം, അല്ലെങ്കിൽ ഇറങ്ങി തരണം. അച്ഛന്റെ തനി സ്വഭാവം കാണിക്കരുത് കേട്ടോ. നാളെ തന്നെ 5 മാസത്തെ വാടക അച്ഛൻ ഒന്നിച്ച് തന്നേക്കാം. മുതലാളിയോട് 2 മാസത്തെ ശമ്പളം ഞാൻ മുൻകൂർ തരാൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസമില്ലെങ്കിൽ ഈ പ്രതിമ സന്തോഷപൂർവ്വം സ്വീകരിച്ചാട്ടെ. വിറ്റാൽ നല്ല വില കിട്ടും. എനിക്കിത് വിൽക്കാനും വാങ്ങാനൊന്നും സമയമില്ല. വാടക കാശായിട്ട് തന്നാൽ മതി. അച്ഛൻ ഇതിന്റെ മൂല്യം അറിയില്ല. 500 വർഷത്തിനു മുമ്പ് ജീവിച്ചിരുന്ന ഒരു കോനാതിരിയുടെ പ്രതിമയാണിത്. രാജകുലോത്തുംഗമംഗ കോനാതിരി. 5000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും പ്രതിമ എനിക്ക് വേണ്ട. ആ പ്ലാൻ മനസ്സിരിക്കട്ടെ, വർക്കിയോട് വേണ്ട. എന്നെ തെറ്റിദ്ധരിക്കുന്ന സങ്കടമുണ്ട്. ഇത് പ്ലാനോ പദ്ധതി ഒന്നുമല്ല. കുറെ കാലമായി കൊച്ചുവർക്കി ചായാൽ ഒരു ശില്പ സമ്മാനമായി തരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നാണ് അതിന് പറ്റിയ സാഹചര്യം ഉണ്ടായത്. ഇത് വാങ്ങണം, ഷോക്കേസിൽ വെക്കാം അച്ഛന്റെ സ്മാരകമായിട്ട്. ദയവ് ഇത് വേണ്ടെന്ന് പറയരുത്. നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചാലും. മൊട്ടപ്പലയാണെങ്കിലും മുഖലക്ഷണമുണ്ട്. ഉണ്ടുണ്ട്. പുണ്യാളന്റെ പ്രതിമ അല്ല. അല്ലല്ല, പക്ഷെ കണ്ണുകൾക്ക് നല്ല ജീവൻ. തത്തച്ചുണ്ട മൂക്ക്, ഇരട്ട താടി. എന്തായാലും മൊത്തത്തിൽ നല്ല ലക്ഷണമുണ്ട്. ഏതായാലും നീങ്ങുതാ. എന്റെ തല പൊട്ടിയതാ തോന്നുന്നത്. മാവിന്റെ കൊമ്പ, നല്ല നിമിത്തം. ഇതാണ് പ്രതിമ വാങ്ങിക്കാൻ പറ്റിയ സന്ദർഭം. പെട്ടെന്ന് തന്നെ വാങ്ങിക്കൂ. വാങ്ങാൻ കൈ നീട്ടിയതേ ഉള്ളൂ, തല പോയി. ഏത് കുരങ്ങന്റെ പ്രതിമയാണോ ഇത്? അവലക്ഷണം. ഒരു സിദ്ധന്റെയാ. ആരുടെ ആയാലും കൊള്ളാം. കാശുമില്ല, തലയും പോയി. ഇനി തള വിടാൻ വൈദ്യുതി തപ്പണം. അതിനുള്ള പണം താൻ തരണം. നാളെ ഞാൻ വരും. കൊണ്ടുപോടാ. എന്റെ അടുത്തൊന്നും ഒഴിഞ്ഞു പോകാൻ ഇഷ്ടമില്ലല്ലേ? കുറച്ച് നോക്കുന്നുണ്ടല്ലേ? അനിഷ്ടമില്ലാത്ത പിശാച്. അയ്യോ, ഓട്. എത്ര പ്രാവശ്യം ഞാൻ ഈ വാതിൽ തുറന്നിട്ടുണ്ട്, അപ്പോഴൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് ബാധ തന്നെ. എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വന്ന ഒഴിയാ ബാധ. അയ്യോ, തല പോയി. കൂടോത്ര ശുദ്രമല്ലാണോ? തല പൊട്ടി തെറിക്കോ? വേണ്ട, അല്ല, തെറിക്കട്ടെ. ഇതെന്റെ തല. ഞാനെന്താ കാണുന്നു? അയ്യോ, നിധി എന്റെ പൊന്നു ചേട്ടാ. അണിക്കോ എല്ലാം ഉണ്ടല്ലോ. എനിക്ക് ഹാർട്ടറ്റാക്ക് വരും. അയ്യോ, എന്റെ പൊട്ട ചേട്ടാ. ഇനി താഴെ ബാക്കിയൊന്നുമില്ലല്ലോ. ഇത് മൊത്തത്തിൽ കൊണ്ടുപോയി ആരെങ്കിലും എന്നെ തട്ടിക്കളയും. കുറച്ച് സാമ്പിൾ കൊണ്ടുപോയി കോയമ്പത്തൂർ അണ്ണാച്ചിയെ കാണിക്കാം. ബാക്കി ഇവിടെ ഇരിക്കട്ടെ, കുറച്ചായിട്ട് വന്നെടുക്കാം. അയ്യോ, എവിടെയാ ഒന്ന് വെക്ക? വേണ്ട, ഇവിടെ സേഫ്. ശരിയാവില്ല. അയ്യോ, വേണ്ട. അയ്യോ, ഇതിടയിലോട്ട് വയ്ക്കാം. കള്ളമാരോട് പൊക്കിയെടുത്തോട്ട് പോകും. ശരിയല്ല. അയ്യോ, എവിടെയാ? മച്ചിന്റെ മേലെ വെക്കാം. മാൻഡ്രേ, അധോലോകത്ത് നിമിഷാർദ്ധങ്ങൾ കൊണ്ട് കോടികൾ സൃഷ്ടിക്കുന്ന മായാജാലക്കാരൻ.
മാന്ത്രികനാണ് ഞാൻ. അംജദ് ലാലാജി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് രോമന പേരിട്ടത്, ജൂനിയർ മാൻഡ്രൈ. എന്റെ ചാണക്യ സൂത്രങ്ങളുടെ ആവനാഴി ഒഴിഞ്ഞപ്പോൾ സമ്പാദ്യങ്ങൾ മുഴുവൻ എന്റെ തലയ്ക്കുള്ളിലാക്കി ഒരു നമ്പ്യാരുടെ കയ്യിൽ ഇന്ത്യയിലേക്ക് അയച്ചു. അത് കൈപ്പറ്റാൻ നിങ്ങളെ വിവരം അറിയിക്കുന്നതിന് മുമ്പ് ഞാൻ ജയിലിലായി. സിംഗപ്പൂരിലെ തടവറയിലെ ചുമരുകൾക്ക് പോലും ചെവികളുണ്ടായിരുന്നു. എന്റെ നിശ്വാസം പോലും അടക്കി കഴിഞ്ഞ 5 വർഷക്കാലം കാത്തിരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്പ്യാരുടെ കയ്യിൽ അകപ്പെട്ട എന്റെ തലയ്ക്ക് വേണ്ടി, അതിനകത്തെ കോടികൾക്ക് വേണ്ടി. അയാൾക്ക് പോലും അറിയില്ല അയാളുടെ കൈവശമുള്ള ഓട്ടുപ്രതിമയിലെ കണക്കറ്റ സമ്പാദ്യങ്ങളെ കുറിച്ച്. എനിക്കത് വേണം. എന്നിട്ട് വേണം എനിക്കെന്റെ സാമ്രാജ്യങ്ങൾ വീണ്ടും പടുത്തുയർത്താൻ, നഷ്ടപ്പെട്ട എന്റെ ചെങ്കോലും കിരീടവും വീണ്ടെടുക്കാൻ. ഞങ്ങൾ എന്ത് ചെയ്യണം ബോസ്? നമ്പ്യാരെ കണ്ടെത്തണം. പ്രതിമ എവിടെയുണ്ടെന്നറിയണം. ബാക്കി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. പറയാലോ, ആ കുന്ത്രാന്റെ കയ്യിൽ നിന്ന് പോയ പിന്നെ മനസ്സിലൊരു സ്വസ്ഥതയുണ്ട്. കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും 2 കേസൊന്നും ഊരിയില്ലേ? ആ നമ്പ്യാരുടെ തലയിൽ ഇപ്പോ കാക്ക കൊത്തി പറിക്കുന്നുണ്ടാവും. അയ്യോ പ്രഥമ, കുറ്റോടാ മതി, വേഗം ഒന്ന് വേഗം വിടുക. അയ്യോ അയ്യോ, വലിക്കാതെ വലിക്കാതെ. അയ്യോ, നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? പിന്നെ പറയാം. അയ്യോ അമ്മേ. കണ്ണു കാണാൻ മേലേ ഗുരുവായൂരപ്പ. അയ്യോ എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ. നിങ്ങൾ ആരാ? ഭയപ്പെടണ്ട. എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയാൽ താങ്കളെ കൊണ്ടുവന്നതുപോലെ തിരിച്ചുവിട്ടേക്കാം. അതല്ല, മറ്റെന്തെങ്കിലും വളഞ്ഞ വഴി പ്രയോഗിച്ചാൽ യമലോകത്തേക്ക് അയക്കാനും ഞാൻ മടിക്കില്ല. അയ്യോ, ഈ വെള്ളമ കുഞ്ഞുകുട്ടി പരാതിയിലക്കാരനാണ്. എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ കിളി പോലെ ഉത്തരം പറയാതെ. എന്നെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുഴുവനും കണ്ടിട്ടില്ല. ഇത്രയും ഭാഗം കണ്ടിട്ടുണ്ട്. എങ്ങനെ? പ്രതിമയുടെ രൂപത്തില്. നിങ്ങൾ ശരിക്കും ആരാ? പ്രേതമോ മനുഷ്യനോ? മാൻഡ്രൈ, ജൂനിയർ മാൻഡ്രൈ. ഇത്രയും കാലം പ്രതിമയുടെ രൂപത്തിൽ വന്ന് ഉപദ്രവിച്ചത് പോരാഞ്ഞിട്ടാണോ ഇപ്പൊ മനുഷ്യ രൂപത്തിൽ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കെന്നെ വേണം. വില്യം ഗ്രാൻഡ് തീർത്ത എന്റെ ഓട്ടുപ്രതിമ വേണം. തരാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു വ്യവസ്ഥ വയ്ക്കാം. എനിക്കെന്നെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ 5 ലക്ഷം രൂപ തരും. 5 ലക്ഷം രൂപയോ? ശരി, തർക്കിക്കുന്നില്ല. 10 തന്നേക്കാം. 10? ഞാൻ 15 ചോദിച്ചാലോ? അടിച്ച് നിന്റെ 32 പല്ലും കാഞ്ഞു കൊന്ന് കാലിൽ താഴ്ത്തും. സ്നേഹിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഞാൻ ദൈവമാണ്, മറിച്ചായാൽ പിശാചും. ആ പ്രതിമ തിരിച്ചു തന്നാൽ പറഞ്ഞ പണം എനിക്ക് തരുമെന്ന് ഉറപ്പാണോ? മാൻഡ്രേക്ക് ഒരിക്കലും പാഴ്വാക്ക് പറയാറില്ല. എങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാനത് എത്തിച്ചു തരാം. എന്താ, സമ്മതമാണോ? ഓക്കെ, പക്ഷെ വാക്ക് മാറിയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഈശ്വര, ഇത്രയും വിലയുള്ളൊരു സാധനമായിരുന്നോ കൂടോത്രം പറഞ്ഞ് നമ്മൾ ഒഴിവാക്കിയത്? 10 ലക്ഷം രൂപയെന്ന് കേട്ടപ്പോ പ്രതിമ നമ്പ്യാരുടെ പക്കലാണെന്നുള്ള വിവരം ഞാൻ മിണ്ടിയില്ല. നമ്മുടെ ഭാഗ്യത്തിലാണ് ഞാൻ അവരെ വഴി വെച്ച് കണ്ടത്. പാട്ടുപാടി സമ്മാനമായി കിട്ടിയ ആ സാധനം പ്രതിഭ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും കൊണ്ടുപോയിരിക്കുക, അത് ഉറപ്പാ. ആ സാധനം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി നമ്പ്യാര് കാത്തിരിക്കായിരിക്കും. എന്നാലും ഇനി അതും ചോദിച്ചോണ്ട് അങ്ങോട്ട് ചെന്നാ നമ്പ്യാർക്ക് സംശയം തോന്നുമല്ലോ. നീ ഇപ്പൊ എന്താ ചെയ്യാ? അതിനൊക്കെ വഴിയുണ്ട്, നീ കണ്ടോ. പ്രതിമ വിൽക്കാനുണ്ടോ? പ്രതിമ വിൽക്കാനുണ്ടോ? പ്രതിമ പഴയതും പുതിയതുമായ പ്രതിമ വിൽക്കാനുണ്ടോ? പ്രതിമ കയ്യും കാലും ഇല്ലാത്ത പ്രതിമ വിൽക്കാൻ ആൾക്കാരിറങ്ങി തുടങ്ങി. അമ്മോ, ഇതാ ചൂടാ. പ്രതിമ വെക്കാനുണ്ടോ സാറേ? നല്ല വില തരാം. ഏതു തരം പ്രതിമ എടുക്കും? ഇതിന് മേലോട്ടുള്ളതാണേലും മതി. കുറച്ചു ദിവസം മുമ്പായിരുന്നെങ്കിലേ ഒരെണ്ണം തരാമായിരുന്നു. അതോടെ തന്നെ കച്ചവടം തുടങ്ങിയേനെ. അതുകൊണ്ട് എന്റെ അമ്മായിച്ചും പോയി. എത്ര വട്ടി കത്ത് കാണുമാവോ? അപ്പോ ഇതിലെ പടിഞ്ഞാറോട്ട് പോയാ സാറിന്റെ അമ്മായിച്ചന്റെ വീട്ടിലെത്തുവോ?
ഇവിടുന്ന് പടിഞ്ഞാറോട്ട് പോയാൽ അമ്മായിച്ചന്റെ വീട്ടിലെത്തത്തില്ല, അറബിക്കടലിലെത്തും. ഓ എടോ, വടക്കോട്ട് പോയി തൃക്കുന്നപുരത്തെത്തണം. അവിടെ ചെന്ന് മേനോ സാർ വീടാന്ന് ചോദിച്ചാൽ ആരും കാണിച്ചു മേനോ സാർ മേനോ സാർ. വന്നേ പട്ടിമേനോന്റെ വീടെന്ന് ചോദിച്ചാ മതി. ഓ പട്ടിമേനോൻ പട്ടിമേനോൻ. അതിരിക്കട്ടെ, തനിക്കെന്താ ഈ പ്രതിമ? അതെന്റെ ഹോബിയാ സാറേ. വീട് അലങ്കരിക്കാൻ വേണ്ടി ഞാൻ അത് മറിച്ചു വിൽക്കും. തന്റെ ശബ്ദം എവിടെയോ കേട്ട മാതിരി ഉണ്ടല്ലോ. അതെ സാറേ, ഞാൻ മിമിക്രിക്കാരനായിരുന്നു. ഈ പലരുടെയും ശബ്ദം അനുകരിച്ച് സ്വന്തം ശബ്ദം വരുന്നില്ല. ഓഹോ, അപ്പൊ താൻ ആ നക്കി പാരപ്പിളയുടെ വീട്ടിലും പോയി കാണും. അത് അവന്റെ ശബ്ദത്തിന്റെ ചൊവ്വ. അപ്പൊ വരട്ടെ. ചെല്ല് ചെല്ല്. അതെ വരണ മകനെ, നിന്റെ അപ്പനാ പാരപ്പിള്ള. ആ പ്രതിമയൊന്ന് കളയാൻ വേണ്ടി ഈ ഇളവൻ വട്ടം കിടക്കി നടക്കുകയായിരുന്നു. അത് കയ്യിൽ നിന്നെടുത്ത് കളഞ്ഞപ്പോ ആവശ്യക്കാരൻ ചാക്കുമായിട്ട് വരുന്നു. ഭഗവാനെ ഭക്തവത്സല, എല്ലാം നിന്റെ മായ. ഇവിടെ പ്രതിമയില്ല, വേണേ 2 പട്ടിയെ തരാം. വേണ്ട, ഒന്നാമത് പട്ടി നമുക്ക് കറാമാണ്. അതുമല്ല, കാശ് കൊടുത്ത് കളിക്കുന്ന പട്ടി ആരെങ്കിലും മേടിക്കും. നമുക്ക് പ്രതിമ മതി. നിങ്ങൾ ഈ പറയുന്ന എണ്ണം കെട്ട പ്രതിമ എന്റെ ഡ്രൈവർ ഓമനക്കുട്ട കൊണ്ടുപോയിരിക്കുക. പിന്നെ ഇത്രയും കാലമായിട്ടും അവൻ ഈ വഴി വന്നിട്ടില്ല. ഇനി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു വല്ല എടുത്തിരിക്കുകയാണോ ഒരു പിടിയില്ല. ഈ ഓമലക്കുട്ടിൽ എങ്ങനെ ഇരിക്കും? കസേരയിലിരിക്കും. ഛേ, അതല്ല പട്ടിമേനോനെ, അയാളെ കണ്ടാൽ ആരെ പോലെ ഇരിക്കുമെന്നാ നമ്മൾ ചോദിച്ചത്. എന്റെ 2ാമത്തെ കുട്ടി കിടക്കുന്ന ഡോർമേനില്ലേ, അവന്റെ ഛായയാണ് അയാൾക്ക്. ഓ ക്ഷമിക്കണം, എനിക്ക് പട്ടിക്ക് പാല് കൊടുക്കാൻ സമയമായി. വരട്ടെ. എന്റെ ഗുരുവായൂർ. അല്ലോ, ആ ഓമനക്കുട്ടനെ എവിടെ പോയി തപ്പു?